ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെഡ്ഡിങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. 3 kg വരുന്ന റെഡ് വെൽവെറ്റ് ആണ്. 2 ടയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആയിട്ടാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 kgൻ്റെ ബാറ്റർ ഒന്നിച്ചുണ്ടാക്കിയതിന് ശേഷം 2 8 ഇഞ്ചിൻ്റെ ടിന്നിലും അതുപോലെ 2 5 ഇഞ്ചിൻ്റെ ടിന്നിലുമായിട്ട് ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ 8 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് 5 ലെയറായിട്ടും അതുപോലെ 5 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് 6 ലെയറായിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 2 kgൻ്റെ ബോർഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ലെയറിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷുഗർ സിറപ്പിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെയറിലായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള ലെയേഴ്സും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. 2 ടയർ ചെയ്യുന്ന സമയത്ത് മുകളിലത്തെയും താഴത്തെയും കേക്കുകൾ തമ്മിൽ മിനിമം 2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് എങ്കിലും വേണം കേട്ടോ. ഞാനിപ്പോൾ 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം 3 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മിനിമം 2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് എങ്കിലും വേണം. എങ്കിലേ 2 ടയർ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ലാസ്റ്റ് ലെയറും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്തത് കാരണം ഞാൻ കുറച്ച് സമയം ഫ്രീസറിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ 5 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കുക. കേക്ക് പീസ് വെച്ചതിന് ശേഷം മുകളിലായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെയറിലായിട്ട് ക്രീം ഇട്ടതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക. അതുപോലെ എല്ലാ ലെയേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് 6 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ. ക്രീമിലേക്ക് ഒരു ഡ്രോപ്പ് മാത്രം പിങ്ക് ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുക്കുക. 2 കളറിലായിട്ടാണ് ഞാനിപ്പോൾ ഈ കേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് ഈ പിങ്ക് കളറിലും അതുപോലെ 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലും ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കേക്ക് ഞാൻ മുഴുവനായിട്ടും ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ഷാർപ്പ് എഡ്ജസ് ഒന്നും വരുത്തുന്നില്ല. ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ കേക്കിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അമർത്തരുത്. ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ കേക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കേക്ക് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഒരു നനഞ്ഞ പോലെയാകും. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്ന് ചേഞ്ച് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്കിലേക്ക് പേപ്പറൊക്കെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ തിരിച്ച് മടക്കിയിട്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരേ ടിഷ്യൂ പേപ്പർ തന്നെ യൂസ് ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ നനഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ലൈൻസ് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ. പിന്നെ ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് കേട്ടോ കേക്കിൽ ആ ഒരു ലൈൻസ് കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നനഞ്ഞ പോലെ ആയപ്പോൾ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ കേക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കേക്ക് മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബോർഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. 2 ടയർ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ചെറിയ കേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി 5 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ഞാൻ പുറത്തെടുത്തതിന് ശേഷം അതും ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. അത് നോർമൽ നമ്മൾ വൈറ്റ് ക്രീമിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ക്രീം കൊടുത്തതിന് ശേഷം കേക്ക് ഒന്ന് ഫിനിഷാക്കി എടുക്കുക. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സൈഡിലും മുകളിലൊക്കെ ആയിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇപ്പോൾ 2 കേക്കും മുഴുവൻ ഐസിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ചെറിയ കേക്ക് നമുക്ക് വലിയ കേക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാനിതാ ഇതുപോലെ സ്ക്യൂവർ കുത്തി കൊടുക്കുന്നുണ്ട്. വലിയ കേക്കിൻ്റെ 4 സൈഡിലായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ മുകളിലത്തെ ടയർ തെന്നി പോകുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 4 സൈഡിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്യൂവറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ക്യൂവറൊക്കെ ഞാൻ ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം ആ ഒരു ഹോൾ വന്നിടത്തൊക്കെ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ബോർഡിൽ നിന്നൊന്ന് വിടിച്ചെടുക്കണം കേട്ടോ. കേക്ക് നല്ലപോലെ സെറ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീമൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ പതുക്കെ കേക്ക് ബോർഡിൽ നിന്ന് എടുത്തതിന് ശേഷം വലിയ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് തട്ടിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പാലറ്റ് നൈഫ് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ലൈൻസുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ തട്ടിപ്പോയാലും ടെൻഷൻ ഇല്ല കേട്ടോ. നമുക്ക് റെഡിയാക്കാൻ ഈസിയാണ്. ഇനി 2 കേക്കിൻ്റെയും കൂടെ നടുക്കിലായിട്ട് സ്ക്യൂറും കൂടെ കുത്തി കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2ൻ്റെയും നടുക്കിലായിട്ട് ഞാനിതാ ഇതുപോലെ സ്ക്യൂർ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഫ്ലവേഴ്സാണ് കേട്ടോ. ഞാനിപ്പോൾ പിയോണി ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. കേക്ക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ. അത് സൈഡിലും മുകളിലുമായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ അടുത്തായിട്ട് പിന്നെ ഞാൻ ഇതുപോലെ കണ്ട ഗോൾഡൻ കളറിൽ ഒരു മുട്ട് പോലെയുള്ളൊരു സംഭവം, അതും കേക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടയറിൻ്റെയും കൂടെ സെൻറ്ററിലായിട്ട് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലുതും ചെറുതും സൈസിലുള്ള ഷുഗർ ബോൾസാണ്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസിൻ്റെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള റോസസിൻ്റെ ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി വെഡ്ഡിങ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വെഡ്ഡിങ് കേക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം കൂടെ മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്